അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. ഇന്നല്ലാഹ മഅസ് സ്വാബിരീൻ. തീർച്ചയായും അല്ലാഹു തആല ക്ഷമിക്കുന്നവരോടൊപ്പം എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അതുകൊണ്ട് നമുക്ക് സംഭവിച്ചിട്ടുള്ള എല്ലാ വിപത്തുകളിലും എല്ലാ പ്രശ്നങ്ങളിലും ക്ഷമ കൈക്കൊള്ളുക. ത്വൽഹാ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമുക്കറിയാവുന്നതാണ്. ത്വൽഹാ റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം വീട്ടിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിന് വെള്ളം ചൂടാക്കി കൊടുക്കുകയും കുളിക്കാൻ പറയുകയും അങ്ങനെ ഭക്ഷണം കഴിക്കുകയും എന്നിട്ട് പിന്നീട് അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുകയുണ്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുകയുണ്ടായി, അല്ലാഹു തആല നമുക്ക് അമാനത്തായി നൽകിയിട്ടുള്ള ഏതെങ്കിലും ഒരു സാധനം അയൽക്കാർ ആരെങ്കിലും ഒരു സാധനം നമ്മളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതങ്ങ് തിരിച്ചു കൊടുക്കേണ്ടതല്ലേ? അതേപോലെ നമുക്ക് അതേപോലെയാണല്ലോ അല്ലാഹു തആല അമാനത്തായിട്ട് നൽകിയിട്ടുള്ളത്, നമുക്കത് തിരിച്ചു കൊടുക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ മകൻ മരണപ്പെട്ട വിവരമാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ സൽമാ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ത്വൽഹാ റളിയല്ലാഹു അൻഹുവിന് ഇത് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം നേരിട്ട് വന്ന് തന്നെ ദേഷ്യം വരികയും തലാക്ക് ചെല്ലണമെന്നുള്ള വിഷയം വരെ എത്തുകയുമുണ്ടായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് വന്ന് ഈ പരാതി പറയുകയുമുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്, തങ്ങളുടെ ഭാര്യ ചെയ്തത് സ്വർഗത്തിൽ ഹൂർലിങ്ങളെക്കാൾ വളരെ ഉന്നത പദവിയുള്ള ഒരു സ്ഥാനമാണ് ഇത് കാരണം ഭാര്യയ്ക്ക് ലഭിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് നമുക്ക് സംഭവിച്ചിട്ടുള്ളതായ എല്ലാ വിപത്തുകളിലും എല്ലാ പ്രശ്നങ്ങളിലും ക്ഷമ കൈക്കൊള്ളും. അല്ലാഹു തആല നമ്മളെ ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ.